മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇതാ നമ്മൾ പ്ലസ് ടുവിലോട്ട് എത്തി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് അറിയാം. നമ്മൾ ചില ചാപ്റ്ററുകളിലൂടെയൊക്കെ ഇപ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയൊക്കെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയൊരു കാര്യമുണ്ടായിരിക്കും, നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതുപോലെയാണോ ഇപ്പോൾ പ്ലസ് ടുവിൽ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി കാണും, കുറച്ച് ടഫാണ് നമ്മുടെ ഈ പ്ലസ് ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഫിസിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഫിസിക്സിൽ നമ്മൾ പഠിച്ചത് പ്ലസ് വൺ ഫിസിക്സിൽ നമ്മൾ എൻറ്റയർലി പഠിക്കുന്നത് മെക്കാനിക്സിനെ കുറിച്ചാണ് അല്ലേ? അതേ മോഷനെ കുറിച്ചും റെസ്റ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, നമ്മളിതാ പ്ലസ് ടുയിലോട്ട് എത്തിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇലക്ട്രിസിറ്റിനെ കുറിച്ചും അതേപോലെ മാഗ്നറ്റിസത്തിനെ കുറിച്ചും ഒപ്റ്റിക്സിനെ കുറിച്ചും മോഡേൺ ഫിസിക്സിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അതായത് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ച കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോണിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോൺ ഒരു വയറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്ലസ് വണ്ണിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ, പ്രൊജക്ടൈൽ മോഷൻ, നമുക്കറിയാം ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ അതിന്റെ പാത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഒരു വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ചെയ്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എന്നാൽ പ്ലസ് ടുവിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് കുറെ അസംഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അവിടെ കൂടെ ഇലക്ട്രോൺ പോകുന്നുണ്ട്, അവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇലക്ട്രോൺ നമ്മൾ കണ്ണുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം അവിടെ പാടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മോഡേൺ ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നീട് വേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പേടിപ്പിക്കാൻ വന്നതൊന്നും അല്ല. പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ഇതിനെ എന്താക്കാൻ പറ്റും, നിസ്സാരമാക്കി എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഫിസിക്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇനി മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാൻ പോകുന്ന ഇന്റഗ്രേഷൻ വരുന്നത് എവിടെയാണ്, നമ്മുടെ പ്ലസ് ടുവിലാണ് വരുന്നത് അല്ലെ? അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വരുന്നത് എവിടെയാണ്, നമ്മുടെ പ്ലസ് ടുവിലാണ്. ഇനി കെമിസ്ട്രി എടുത്താലോ, എപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകൾ വരുന്നത് എവിടെയാണ്, നമ്മുടെ പ്ലസ് ടുവിൽ തന്നെയാണ്. അപ്പോൾ പ്ലസ് ടുവിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്. കാരണം NCERT ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചെടുത്തുകൊണ്ട് പോയിട്ട് എക്സാമിന് എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ സൈലത്തിന്റെ ഇൻസ്റ്റാ ലേണും അതേപോലെ തന്നെ മൈൻഡ് മാപ്പ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിൽ ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൺസൂൺ ഓഫർ ഇപ്പോൾ ലൈവായിട്ട് നിൽപ്പുണ്ട്. 10% ഓഫറോട് കൂടി തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഗ്നി ബാച്ചിൽ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കൺസേൺ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു മാർക്കിലോട്ട്, അതായത് മുഴുവൻ മാർക്കിലോട്ട് നമുക്ക് പ്ലസ് ടുവിൽ എത്തിച്ചേരാം. മക്കളെ, എല്ലാവരും കയറി പോന്നേക്ക്, ഞങ്ങളുണ്ട് നിങ്ങളുടെ ഭാവി ഭദ്രമാക്കാൻ.